In this video, we will be learning about another separation technique known as centrifugation. Centrifugation is a technique we will see. So first, it's a technique used for separation of particles suspended in a liquid medium using a centrifugal field. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലിക്വിഡ് മീഡിയത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാമ്പിളിനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ സാമ്പിളിനുള്ളിലെ കോമ്പണൻസിനെ സെൻട്രിഫ്യൂഗൽ ഫീൽഡിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. So it causes denser particle to settle down to the bottom while low density substances rise to the top. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ലിക്വിഡ് സാമ്പിൾ, അതായത് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന സാമ്പിൾ ഉള്ള ഒരു ലിക്വിഡ് മീഡിയം കണ്ടെയ്നിങ് ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ കുറേ നേരം നമ്മൾ എവിടെയെങ്കിലും മാറ്റി വെച്ചിരുന്നാൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ അത് സെഡിമെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ സെഡിമെൻറ്റേഷൻ നടക്കുന്നത് എന്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ്? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ്. അതും ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഏറ്റവും ആദ്യം സെഡിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ അതിലും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ളത്, അങ്ങനെ ആണ് സെഡിമെൻറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെഡിമെൻറ്റേഷനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രാവിറ്റി അല്ലാതെ മറ്റൊരു ഫോഴ്സിനെയാണ് ഇവിടെ ഈ ഒരു സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്. ആ ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ force. So in this process, denser component of the mixture migrates away from the axis and lighter components migrate towards the axis. And ഈ ഒരു പ്രോസസ്സ് നടത്താനായിട്ട് നമുക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് ആവശ്യമാണ്. സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് സെൻട്രിഫ്യൂജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ when you use this liquid sample and place it in a centrifuge, what happens is the particles within that liquid sample will settle down according to their density under the influence of the centrifugal force that is created by the centrifuge. സെൻട്രിഫ്യൂജിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇവിടെ സെഡിമെൻറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ്സ് എ സ്യൂഡോ ഫോഴ്സ് ഓൺ എ സർക്കുലർ മോഷൻ which acts on the along the radius and is directed away from the center of the circle. അപ്പം നമ്മൾ പറഞ്ഞു, സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് നമുക്കറിയാം, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സാമ്പിളിലെ പാർട്ടിക്കിൾസും റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഇമാജിൻ നമ്മൾ ഈ ഒരു ആക്സിസിന് ചുറ്റും ആണ് നമ്മളുടെ ഈ പാർട്ടിക്കിളിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ, ഇതാണ് സെൻറ്റർ ഓഫ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റേഡിയസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആക്ച്വലി ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഒന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ്, രണ്ടാമത്തതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ നമ്മളൊരു പാർട്ടിക്കിളിനെ ഒരു ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഫോഴ്സസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി ആക്സിസ്. അപ്പോൾ ആക്സിസിൻ്റെ അടുത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൺ ദ കോൺട്രറി, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ദ പാർട്ടിക്കിൾ ഓർ making the particle move away from the center of the axis. സെൻറ്റർ ഓഫ് ദി ആക്സിസിൽ നിന്ന് ദൂരേക്ക് ആ പാർട്ടിക്കിളിനെ ഡയറക്റ്റ് ചെയ്ത് മാറ്റി വിടുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ സെൻട്രിഫ്യൂജിൻ്റെ അകത്ത് while the centrifuge rotates, the motor inside the centrifuge rotates, it will develop a centrifugal force. അപ്പോൾ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ യൂസ് ചെയ്താണ് ഇവിടെ പാർട്ടിക്കിൾസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ സെഡിമെൻറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും വളരെയധികം മടങ്ങ് സ്പീഡിൽ സെഡിമെൻറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഈ പാർട്ടിക്കിളിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലോ, ഒരു ആക്സിസിന് ചുറ്റും നമ്മൾ സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫോം ചെയ്യുമെന്ന് പറയും. ഇനി ആ പാർട്ടിക്കിളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് ഗിവൺ ബൈ F = m⍵²r എന്നാണ് ആ ഫോഴ്സ്. ആ ഒരു ഫോഴ്സിനെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്തെ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. F എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ. നമ്മൾ ഈ സൊല്യൂട്ട് പാർട്ടിക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ F is the centrifugal force that is experienced by the particle. ഇനി M എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ.
ആ പാർട്ടിക്കിളിൻ്റെ മാസാണ് എം. ഇനി ഒമേഗ എന്താണ്? നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന വെലോസിറ്റി, അതിനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഒമേഗ ഇസ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻസ്. അത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് റേഡിയൻസ് പെർ സെക്കൻഡ്. ഇനി അടുത്തതാണ് ആർ. എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓർ ഡിസ്റ്റൻസ് ഓഫ് ദ മൈഗ്രേറ്റിംഗ് പാർട്ടിക്കിൾ ഫ്രം ദ സെൻട്രൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമ്മളിവിടെ കണ്ടു, ഈ പാർട്ടിക്കിള് ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ നടുക്കുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ദൂരേക്കാണ് പോകുന്നത്. സോ ബേസിക്കലി സെൻറ്റർ ഓഫ് ദി ആക്സിസിൽ നിന്ന് ആ പാർട്ടിക്കിൾ എവിടെ വരെയാണോ മൂവ് ചെയ്യുന്നത് അതിനെയാണ് ആർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർ എന്ന് വെച്ചാൽ ബേസിക്കലി ഇവിടെ ഈ റേഡിയസ് ആണ്. ഈ ഒരു ഇലക്ട്രിക്കൽ പാത്തോ സർക്കുലർ പാത്തോ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ഈ പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസിനെയാണ് നമ്മളിവിടെ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് വിത്ത് വിച്ച് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മേക്സ് ദ പാർട്ടിക്കിൾ മൈഗ്രേറ്റ് അവേ ഫ്രം ദ സെൻറ്റർ. അതിനെയാണ് നമ്മളിവിടെ ആർ എന്നുകൊണ്ട് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ ഫോഴ്സ് ഓൺ സെഡിമെന്റിംഗ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് വിത്ത് വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇപ്പോൾ ഈ ഫോർമുലയിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഫോഴ്സിനെ, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. ഇതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ഡിനോമിനേറ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ക്വാണ്ടിറ്റീസ് എല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആണ്. അപ്പോൾ എന്താണ് മാസ് നമുക്കിനി മാറ്റാൻ പറ്റില്ല. ഇവിടെ ആകെ മാറ്റാൻ പറ്റുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ആംഗുലർ വെലോസിറ്റിയും ഡിസ്റ്റൻസ് ഓഫ് ദ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ, അത് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇരിക്കുന്നത്. സോ ഫോഴ്സ് ഇൻക്രീസസ് വിത്ത് വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ. ഒമേഗ കൂടുന്ന അനുസരിച്ച് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ദാറ്റ് ഇസ് ആർ കൂടുന്ന അനുസരിച്ചും നമ്മുടെ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ്. റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി റിലേറ്റീവ് ആണ്, അല്ലെ? അപ്പം എന്തിനോട് റിലേറ്റീവ് ആണ്? എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ടേംസിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതിനെ റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല RCF is equal to 1.119 into 10⁻⁵ into R into RPM squared. അപ്പം R എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇറ്റ്സ് ദ റേഡിയസ് ഓഫ് ദ റോട്ടർ ആൻഡ് RPM എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷൻസ് പെർ മിനിറ്റ്. അതായത് നമ്മൾ സെൻട്രിഫ്യൂജിൻ്റെ അകത്ത് റൊട്ടേറ്റ് ചെയ്യിക്കുകയാണല്ലോ. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര തവണ കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് RPM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ R നമ്മൾ പറഞ്ഞു റേഡിയസ് ഓഫ് ദ റോട്ടറാണ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന ആ പാത്ത്, ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ് ഇവിടെ R എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ RPM എന്താണ്? സ്പീഡ് ഓഫ് ദ റോട്ടർ, ദാറ്റ് ഇസ് റൊട്ടേഷൻസ് പെർ മിനിറ്റ്. എത്ര തവണ ആ റോട്ടർ കറങ്ങുന്നുണ്ട് ഒരു മിനിറ്റ്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുമായിട്ട് റിലേറ്റീവ് ആയിട്ടാണ് നമ്മളിവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനെയാണ് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ഡിവൈഡിങ് ഫോഴ്സ് ഇൻ സെൻട്രിഫ്യൂജ് ബൈ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ സെൻട്രിഫ്യൂജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ആ പാർട്ടിക്കിളിൽ ഗ്രാവിറ്റി മാത്രം കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ഫോഴ്സാണ്, അല്ലേ? ന്യൂമറേറ്ററിൽ യു ഹാവ് എ ഫോഴ്സ് ആൻഡ് ഡിനോമിനേറ്ററിൽ യു ഹാവ് എ ഫോഴ്സ്. അപ്പോൾ രണ്ടും ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടിൻ്റെ യൂണിറ്റ്സ് ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പോൾ ബേസിക്കലി RCF എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. അതായത് ഇതിന് യൂണിറ്റ് ഇല്ല. പക്ഷേ നമ്മൾ G എന്ന് പറയുന്ന ടേംസിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നു. G ഒരു യൂണിറ്റ് അല്ല, പക്ഷേ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് G ഫോഴ്സ്. അപ്പോൾ അതാണ് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ നമ്മൾ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിട്ടാണ്. G ഫോഴ്സ് എന്ന് അതിനെ അറിയപ്പെടും. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് ഇൻ സെൻട്രിഫ്യൂജ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. നൗ പലതരം സെൻട്രിഫ്യൂഗേഷൻ മോഡ്സ് നമുക്കുണ്ട്. രണ്ട് തരത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇസ് പ്രിപ്പറേറ്റീവ് സെൻട്രിഫ്യൂഗേഷൻ, സെക്കൻഡ് ഇസ് അനലിറ്റിക്കൽ സെൻട്രിഫ്യൂഗേഷൻ. പ്രിപ്പറേറ്റീവ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ
എന്തെങ്കിലും നമ്മൾക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സെൻട്രിഫ്യൂഗേഷൻ ആണ് Preparative centrifugation. Refers to high velocity centrifuge used in separation of small submicroscopic particles. ഇപ്പോൾ നമുക്ക് സെല്ലിൻ്റെ അകത്തെ കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നീക്കാണ് Preparative centrifugation. It separates small particles such as viruses, viral particles, protein complexes, proteins, lipoproteins, RNA and plasmid DNA. അപ്പം നമുക്ക് ഓൾറെഡി നോൺ ആയിട്ടുള്ള ഇന്ന കമ്പോണൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ ആ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അതിനെയാണ് Preparative centrifugation ടെക്നിക് എന്ന് വിളിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗേഷൻ, ദാറ്റ് ഇസ് Preparative centrifugation. അടുത്തതാണ് അനലിറ്റിക്കൽ സെൻട്രിഫ്യൂഗേഷൻ. പേര് പോലെ തന്നെ അല്ലെ, അനലൈസ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. ഇപ്പം നമ്മൾ അതിലൊരു സാമ്പിൾ ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, ആ ഓരോ കോമ്പോണൻസിൻ്റെ ഡെൻസിറ്റി എന്താണ്, അതിൻ്റെ ഷേപ്പും കൺഫർമേഷനും ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണം. നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്കത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ക്യാരി ഔട്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗേഷനെയാണ് നമ്മൾ അനലിറ്റിക്കൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾസോ എ ഹൈ വെലോസിറ്റി സെൻട്രിഫ്യൂജ് യൂസ്ഡ് ഇൻ അനലിറ്റിക്കൽ പ്രോസസ്. അപ്പോൾ എന്താണ്? ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് ടൈപ്സ് ഓഫ് മോളിക്യൂൾ ഇൻ എ പെർട്ടിക്കുലർ സാമ്പിൾ, നോയിങ് ദ ഓവറോൾ ഷേപ്പ്, കൺഫർമേഷൻ ചേഞ്ച് ആൻഡ് സ്റ്റോഷിയോമെട്രി ഓഫ് ദ സബ് യൂണിറ്റ്സ്. അപ്പം നമുക്ക് ഒരു നോൺ ആയിട്ടുള്ള കാര്യമല്ല, നമുക്ക് ജസ്റ്റ് ഒരു വേഗ് ഐഡിയ ഉള്ളൂ. നമുക്ക് ശരിക്കും അത് കണ്ടുപിടിക്കണം. എന്തൊക്കെ ഇതിൻ്റെ അകത്ത് കോമ്പോണൻസ് എന്താണ്, കോമ്പോണൻസിൻ്റെ ഈച്ച് ഓഫ് ദി കോമ്പോണൻസിൻ്റെ ഡെൻസിറ്റി എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, കൺഫർമേഷൻ എന്താണെന്നൊക്കെ ഉള്ള കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അനലിറ്റിക്കൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്, നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചാൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം, അതിൻ്റെ സെഡിമെൻറ്റേഷൻ റേറ്റ് കണ്ടുപിടിക്കാനും നമുക്ക് ഈ ഒരു അനലിറ്റിക്കൽ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഇൻസ്ട്രുമെന്റിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഇനി പലതരം സെൻട്രിഫ്യൂജ് ഉണ്ട്. സെൻട്രിഫ്യൂജ് ദേ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ സ്പീഡ് ജനറേറ്റഡ് ബൈ ദം. അപ്പം എത്ര സ്പീഡ് വരെ പോകാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്ത് പലതരം സെൻട്രിഫ്യൂജ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ലോ സ്പീഡ് സെൻട്രിഫ്യൂജ്. ലോ സ്പീഡ് സെൻട്രിഫ്യൂജ് പേര് പോലെ തന്നെ അധികം സ്പീഡൊന്നും അത് ജനറേറ്റ് ചെയ്യത്തില്ല. സോ അതിൻ്റെ RPM റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഓർ റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് 4000 to 5000. അപ്പോൾ അത് നമ്മുടെ സാധാരണ നമ്മുടെ ലാബിലും ഒക്കെ ഉള്ള സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് ലോ സ്പീഡ് സെൻട്രിഫ്യൂജ് ആണ്. ഈ ഒരു സ്പീഡിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സാധാരണ ബെഞ്ച് ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സെൻട്രിഫ്യൂജ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സാധാ ലാബോറട്ടറിയിൽ കാണുന്ന സെൻട്രിഫ്യൂജ് ആണ്. അടുത്തതാണ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ്. ലോ സ്പീഡിനെക്കാട്ടിലും കൂടുതൽ സ്പീഡ് RPMs ജനറേറ്റ് ചെയ്യുന്ന സെൻട്രിഫ്യൂജിനെയാണ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം അതിൻ്റെ RPM റേഞ്ച് എന്ന് പറയുന്നത് 15,000 to 20,000 ആണ്. ആ ഒരു സ്പീഡിൽ അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കംസ് അൾട്രാ സെൻട്രിഫ്യൂജ്. ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജ് ആണ് അൾട്രാ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. വളരെ ഹൈ എൻഡ് ലാബോറട്ടറീസിന് മാത്രമുള്ള സെൻട്രിഫ്യൂജ് ആണ് അൾട്രാ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ RPM നോക്കൂ, 65,000 to 80,000 ഓർ മോർ. ഏകദേശം 1,50,000 വരെ അല്ലെങ്കിൽ 2 lakh വരെയൊക്കെ റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 2 lakh തവണ അത് റൊട്ടേറ്റ് ചെയ്യും. അത്രയും സ്പീഡ് അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ദോസ് സെൻട്രിഫ്യൂജസ് ദേ ആർ നോൺ ആസ് അൾട്രാ സെൻട്രിഫ്യൂജ്. ഇനി നമ്മൾ സെൻട്രിഫ്യൂജിൻ്റെ പാർട്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതൊരു എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മെയിനായിട്ട് ഇതിൻ്റെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് മോട്ടറാണ്. മോട്ടർ കറങ്ങുമ്പോഴാണ് ഈ RPMs ജനറേറ്റ് ചെയ്യുന്നത്. ഈ മോട്ടർ ജനറേറ്റ് ചെയ്യുന്ന റൊട്ടേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഒരാളിലേക്ക്. ദാറ്റ് കോമ്പണൻറ്റ് ഇസ് നോൺ ആസ് റോട്ടർ. ഈ റോട്ടറിനകത്താണ് നമ്മുടെ സാമ്പിൾ കണ്ടെയ്നിങ് ട്യൂബ്സ്, സെൻട്രിഫ്യൂഗേഷൻ ട്യൂബ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. സോ ബേസിക്കലി ട്യൂബ്സ് ഹൗസ് ചെയ്യുന്ന പോർഷൻ ഓഫ് ദ സെൻട്രിഫ്യൂജ് ഇസ് നോൺ ആസ് ദ റോട്ടർ. അപ്പോൾ റോട്ടർ എന്ന് പറയുന്നത് ആരുടെ ഇൻഫ്ലുവൻസിലാണ് കറങ്ങുന്നത്? മോട്ടറിൻ്റെ ഇൻഫ്ലുവൻസിൽ. മോട്ടറിന് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ റൊട്ടേഷൻസ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? റോട്ടറിന് ട്രാൻസ്ഫർ ചെയ്യും. ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സോ ദർ ഷുഡ് ബി എ കണക്ഷൻ ബിറ്റ്വീൻ റോട്ടർ ആൻഡ് ദ മോട്ടർ. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ത്രൂ ദ ഷാഫ്റ്റ്. അപ്പോൾ ഈ ഷാഫ്റ്റ് എന്ന് പറയുന്ന പാർട്ടാണ് മോട്ടറിനെയും റോട്ടറിനെയും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റോട്ടറാണ്. ഇറ്റ് ഹോൾഡ്സ് ട്യൂബ് ഓഫ് ബോട്ടിൽസ് കണ്ടെയ്നിങ് ലിക്വിഡ്സ് ടു ബി സെൻട്രിഫ്യൂജ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ സാമ്പിള് പോർ ചെയ്ത് ട്യൂബ്സ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എവിടോട്ടാണ്, ഇൻസേർട്ട് ചെയ്യുന്നത് എവിടേക്കാണ്? റോട്ടറിൻ്റെ ഉള്ളിലേക്കാണ്.
and it is designed to generate rotation speed that can bring about separation of components in a sample. അപ്പോൾ റോട്ടർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ട്യൂബ്സ് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. റോട്ടർ കറങ്ങുന്നത് ആരുടെ ഇൻഫ്ലുവൻസിലാണ്? മോട്ടറിന്റെ ഇൻഫ്ലുവൻസിലാണ്. ഇനി റോട്ടറിന്റെ പൊസിഷൻ അനുസരിച്ച് 3 തരം റോട്ടേഴ്സ് ആണ് ഉള്ളത്. ഫിക്സ്ഡ് ആംഗിൾ, സ്വിംഗിങ് ബക്കറ്റ് ആൻഡ് വെർട്ടിക്കൽ. റോട്ടറിന്റെ പൊസിഷൻ അല്ല, നമ്മൾ റോട്ടറിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുന്ന സാമ്പിൾ ട്യൂബ്സ് ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതിന്റെ ബേസിസിൽ 3 തരം റോട്ടേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ എന്താണെന്ന് നോക്കാം. സോ ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ എന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾ ട്യൂബ്സിനെ നമ്മൾ ഈ റോട്ടറിൻ്റെ അകത്ത് പ്ലേസ് ചെയ്താൽ സാമ്പിൾ ട്യൂബ് സെൻട്രിഫ്യൂജിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ സാമ്പിൾ ട്യൂബ് വിൽ ബി അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ ഓഫ് ദ റോട്ടർ. അപ്പം ആംഗിൾ ഓഫ് റോട്ടറിൻ്റെ ആ ഒരു ആംഗിളിൽ നിന്ന് ആംഗിളിനെ ബേസ് ലൈൻ ആക്കി എടുത്താൽ 45 ഡിഗ്രി ചെരിഞ്ഞിട്ടായിരിക്കും നമ്മൾ വെക്കുന്ന സാമ്പിൾ ട്യൂബ് ഇരിക്കുന്നുണ്ടാവുക. സോ അത്തരം റോട്ടർ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ particles will strike the opposite side of the tube where particles finally slide down and are collected at the bottom. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂജ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു റോട്ടറാണ് ഇരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് എ ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ. അപ്പോൾ ഈ ഓരോ സ്ലോട്ടിലേക്കും നമ്മൾ സാമ്പിൾ ഇറക്കി വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് ഇരിക്കുന്നുണ്ടാവുക? ഇതാണ് നമ്മുടെ റോട്ടറിൻ്റെ സെൻട്രൽ ആക്സിസ്. അതിന് ഒരു 45 ഡിഗ്രീസ് ആയിട്ടായിരിക്കും നമ്മുടെ സാമ്പിൾ ട്യൂബ് ഇരിക്കുന്നത്. ഇനി ഇത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് പതുക്കെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അതിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. അതിനുശേഷം ഫൈനലി സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഈ ഒരു ഷേപ്പിലായിരിക്കും സെഡിമെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു പിക്ചറിൽ അത് കാണാം. നമ്മൾ സാമ്പിൾ വെച്ചു, സാമ്പിൾ വെക്കുമ്പോൾ 45 ഡിഗ്രിയിൽ ഇരിക്കുന്ന കാരണം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ചൊന്ന് കറങ്ങി തുടങ്ങുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും സെപ്പറേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടാവുക. ഫൈനൽ സ്റ്റേജിൽ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പെല്ലറ്റും അതിന് മുകളിലൊരു സൂപ്പർനേറ്റൻറ്റും ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ദാറ്റ്സ് അബൌട്ട് ദ ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ. ഇനി അടുത്ത ടൈപ്പാണ് സ്വിംഗിങ് ബക്കറ്റ് റോട്ടർ. ഇവിടെ ഫിക്സ്ഡ് ആംഗിൾ അല്ല, പക്ഷെ നമ്മളത് വെക്കുന്നത് കറക്റ്റ് വേർട്ടിക്കലായിട്ടാണ്. 90 ഡിഗ്രീസിലാണ് നമ്മുടെ സാമ്പിൾ ട്യൂബ് ഇനീഷ്യലി നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് മാറുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ട്യൂബ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടു, ഇൻഡിവിജ്വൽ ട്യൂബ്സ് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അല്ലേ, ഓരോ സ്ലോട്ടിലും. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റാക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് സാമ്പിൾ ട്യൂബ്സ് നമുക്ക് ഓരോ സ്ലോട്ടിലും പ്ലേസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് സ്വിംഗിങ് ബക്കറ്റ് റോട്ടർ ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ സാമ്പിൾ വെക്കുന്നത് വേർട്ടിക്കലായിട്ടാണ്, പക്ഷെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് പതുക്കെ റേസ് ചെയ്ത് ഹൊറിസോണ്ടലാണ്. അത് നമുക്ക് കാണാം. ഇനി പറഞ്ഞല്ലോ റാക്സ് ആയിട്ട് പ്ലേസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഓരോ ട്യൂബായിട്ട് ഓരോ സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടൊരു റാക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും. അങ്ങനെ റാക്കിൽ വെക്കണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ടൊരു റാക്കായിട്ടും ഓരോ സ്ലോട്ടിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പിൾ വെക്കുമ്പോൾ വേർട്ടിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞു, പക്ഷെ കറങ്ങി തുടങ്ങുമ്പോൾ ഇതുപോലെ അത് ഹൊറിസോണ്ടൽ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആംഗിൾ ഓർ ആക്സിസ് ഓഫ് ദ റോട്ടറിന് 90 ഡിഗ്രി ആയിട്ട് ആര് മാറും? സാമ്പിൾ കണ്ടെയ്നിങ് ട്യൂബ് മാറും. ഇനി സെഡിമെന്റേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ പെല്ലറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവുക. മോളിൽ കാണുന്നത് സൂപ്പർനേറ്റൻ്റ് ആണ്. പക്ഷെ അതേസമയം നമ്മുടെ ഫിക്സ്ഡ് ആംഗിളിൽ എങ്ങനെയായിരുന്നു? കുറച്ച് സ്ലാൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പെല്ലറ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഫ് യു റീകോൾ ദ ഏർലിയർ സ്ലൈഡ്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു സെഡിമെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റെസ്റ്റിൽ നമ്മൾ വെക്കുമ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, കറങ്ങി തുടങ്ങുമ്പോൾ അത് ഹൊറിസോണ്ടൽ ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. ഇനി സെഡിമെന്റേഷൻ കഴിഞ്ഞ് സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിൻ്റെ അവസാനം പെല്ലറ്റ് ഇങ്ങനെ ഫോം ചെയ്യും. പക്ഷെ അതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കണം, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഒരു പെല്ലറ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ്, ദാറ്റ് ഇസ് എ തേർഡ് ടൈപ്പ് ഓഫ് റോട്ടറിലേക്ക് പോകാം. ദാറ്റ് ഇസ് വെർട്ടിക്കൽ റോട്ടർ. വെർട്ടിക്കൽ റോട്ടർ എന്ന് പറയുന്നത് സ്വിംഗിങ് ബക്കറ്റ് പോലെ തന്നെ നമ്മൾ സാമ്പിൾ പ്ലേസ് ചെയ്യുന്നതും വെർട്ടിക്കലായിട്ട് തന്നെയാണ്. പക്ഷേ അത് റൺ ചെയ്യുമ്പോഴും വെർട്ടിക്കലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബട്ട് സ്വിംഗിങ് ബക്കറ്റിനകത്ത് എന്തായിരുന്നു? പ്ലേസ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ആയിരുന്നു, പക്ഷെ കറങ്ങി തുടങ്ങുമ്പോൾ അത് 90 ഡിഗ്രി, അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴും വെർട്ടിക്കലാണ്, അതുപോലെ റൺ ചെയ്യുമ്പോഴും വെർട്ടിക്കലാണ്. So it provides shortest path length, fastest runtime and highest resolution of all rotors. അപ്പോൾ നമുക്കുള്ള മറ്റ് രണ്ട് റോട്ടറിനേക്കാളും
നല്ല റെസൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റോട്ടറാണ് വെർട്ടിക്കൽ റോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ റോട്ടർ. ഇവിടെ കാണാം ഇങ്ങനെ ട്യൂബ്സ് നമ്മൾ നേരെയാണ് ഈ ഓരോ സ്ലോട്ടിലേക്കും ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ റെസ്റ്റിൻ്റെ സമയത്ത് ഇങ്ങനെയായിരിക്കും, സ്പീഡിൽ കറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. ആൻഡ് റൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ നേരെയാണ് ഒരു പെല്ലറ്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് സൂപ്പർനേറ്റഡ് ബാക്കിയുള്ള സൊല്യൂഷൻസ് ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് 3 തരം റോട്ടേഴ്സും ഉള്ളത്. ഇതിലേത് തരം വേണമെങ്കിലും നമ്മുടെ സെൻട്രിഫ്യൂജിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാകാം. ഇനി അടുത്ത കമ്പോണൻ്റ് ആണ് ഡ്രൈവ് ഷാഫ്റ്റ്, അല്ലെങ്കിൽ ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് വിളിക്കും. ഡ്രൈവർ ഷാഫ്റ്റ് എന്താ ചെയ്യുന്നത്? മോട്ടറിനെയും റോട്ടറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ മോട്ടറിൻ്റെ റൊട്ടേഷൻസ് റോട്ടറിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? ഡ്രൈവ് ഷാഫ്റ്റ് ചെയ്യുന്നത്. Now, motor ആണ് അടുത്ത component എന്ന് പറയുന്നത്. So it is connected to the motor. Drive shaft is connected to a motor that provides the power to turn the rotor, and the tube can be spun at definitive speed. അപ്പോൾ ട്യൂബിനെ സ്പിൻ ചെയ്യാൻ വേണ്ടി റോട്ടറിനകത്ത് നമ്മൾ വെക്കും. റോട്ടറിനെ സ്പിൻ ചെയ്യിക്കുന്നത് ആരാണ്? മോട്ടറാണ്. മോട്ടറിനി എങ്ങനെയാണ് റോട്ടറിനെ സ്പിൻ ചെയ്യിക്കുന്നത്? ഡ്യൂ ടു ദ കണക്ഷൻ ബിറ്റ്വീൻ മോട്ടർ ആൻഡ് റോട്ടർ ത്രൂ ദ ഡ്രൈവ് ഷാഫ്റ്റ്. അപ്പോൾ ഇത്രയും 3 കോമ്പോണൻസ് ആണ് മെയിനായിട്ടും നമ്മുടെ സെൻട്രിഫ്യൂജിന് ഉള്ളത്. നമുക്കറിയാം ഈ കോമ്പോണൻസ് എല്ലാം ഒരു കേസിങ്ങിൻ്റെ അകത്ത്, ലിഡോട് കൂടിയ കേസിങ്ങിൻ്റെ അകത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. Now moving on to different centrifugation techniques. സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്സ് നമുക്ക് മെയിനായിട്ട് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ, ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നും കാണാം. ഫസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ആണ്. സോ അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ സാമ്പിളിനെ ട്യൂബിൻ്റെ അകത്ത് ട്യൂബിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ ട്യൂബ് എന്നാണ് വിളിക്കുന്നത്, സെൻട്രിഫ്യൂജ് ട്യൂബ് എന്ന് പറയും. ആ ട്യൂബിൻ്റെ അകത്ത് നമ്മൾ സാമ്പിൾ ഒഴിക്കും. അതിനുശേഷം നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ക്യാരി ഔട്ട് ചെയ്യും. ആ ക്യാരി ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്കായിരിക്കും നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു പെല്ലറ്റും സൂപ്പർനേറ്റൻറ്റും കിട്ടും. ആ പെല്ലറ്റ് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യും. അതുപോലെ ആ സൂപ്പർനേറ്റൻറ്റ് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ സൂപ്പർനേറ്റൻറ്റിനെ നമ്മൾ വീണ്ടും പെല്ലറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേറൊരു ട്യൂബിൽ പ്ലേസ് ചെയ്യും. ആ ട്യൂബ് വീണ്ടും അടുത്ത സൈക്കിൾ ഓഫ് സെൻട്രിഫ്യൂഗേഷന് പോവുകയാണ്. ഇനി ആ സെൻട്രിഫ്യൂഗേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ സൈക്കിളിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും, ജി കൂടുതലായിരിക്കും. അതുപോലെ ആദ്യത്തെ സൈക്കിളിനേക്കാളും ടൈം നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് പെർഫോം ചെയ്യാൻ ഉപയോഗിക്കും. അതിനുശേഷം വീണ്ടും നമ്മളുടെ റിസൾട്ട് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു പെല്ലറ്റും സൂപ്പർനേറ്റൻറ്റും. ആ പെല്ലറ്റിനെ എടുത്ത് നമ്മൾ അനാലിസിസിന് എടുക്കും. അതുപോലെ ഇപ്പോൾ കിട്ടിയ സൂപ്പർനേറ്റൻറ്റിനെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു ട്യൂബിലേക്ക് മാറ്റിയിട്ട് അത് അടുത്ത വീണ്ടും ഒരു സൈക്കിളിലേക്ക് പോകും. ആ സൈക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടാമത്തെ സെൻട്രിഫ്യൂഗേഷനേക്കാളും കൂടുതൽ സ്പീഡായിരിക്കും, രണ്ടാമത്തെ സെൻട്രിഫ്യൂഗേഷനേക്കാളും കൂടുതൽ ടൈമും നമ്മൾ അവിടെ വെക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ ഒരു സീരീസ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ആണ് ഈ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷനിൽ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഓരോ സ്റ്റെപ്പിലും എന്താണ് നടക്കുന്നത്? ദ സ്പീഡ് ഓഫ് ദ മോട്ടർ ആസ് വെൽ ആസ് ടൈം കെപ്റ്റ് ഫോർ സെൻട്രിഫ്യൂഗേഷൻ ഇസ് പ്രോഗ്രസീവ്ലി ഇൻക്രീസിങ് അല്ലേ? ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേനും ടൈമും അതുപോലെ സ്പീഡും നമ്മൾ കൂട്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ ചെയ്യുന്ന സീരീസ് ഓഫ് സെൻട്രിഫ്യൂഗേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സക്സസീവ് സെൻട്രിഫ്യൂഗേഷൻ അറ്റ് ഇൻക്രീസിങ് റോട്ടർ സ്പീഡ്സ്. സോ ഇവിടെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടും സെല്ലിൻ്റെ കോമ്പോണൻസ്, സെല്ലുലാർ കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ പെർഫോം ചെയ്യുന്നത്. ഇത് ഒരു പ്രിപ്പറേറ്റീവ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്കിൻ്റെ എക്സാമ്പിളാണ് ഈ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ വി യൂസ് എ സെൽ ഹോമോജനേറ്റ് ആൻഡ് do or perform differential centrifugation, and we separate and isolate common cell organelles. Cell organellesനെ ഒരു സെല്ലിൻ്റെ ഹോമോജനൈസ് ചെയ്ത ഒരു ടിഷ്യൂ നമ്മൾ ഹോമോജനൈസ് ചെയ്ത് എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്ന സെൽസിലെ സെൽ ഓർഗനൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ we need to perform differential centrifugation. So large and small particles in the suspension can be separated by centrifugation at different speeds. അപ്പോൾ ഓരോ പാർട്ടിക്കിളും സെപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സൈസിൻ്റെ
ബേസിസിലാണ് അവർ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യം നമുക്കൊരു ഡയഗ്രാമിലൂടെ നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ടിഷ്യൂ ഉണ്ട്. ടിഷ്യൂവിനെ നമ്മൾ ഹോമോജനൈസ് ചെയ്ത് നമുക്കൊരു ഹോമോജനേറ്റ് കിട്ടി. ഹോമോജനേറ്റ് ആണ് ഈ കാണുന്നത്. ഹോമോജനേറ്റിനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് സെൻട്രിഫ്യൂഗേഷന് അണ്ടർഗോ ചെയ്യുകയാണ്. അതിന് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന സ്പീഡ് 1000 G ആണ്. അതുപോലെ എത്ര മിനിറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നു? 10 minutes ആണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് സെൻട്രിഫ്യൂഗേഷന് വേണ്ടി പോകുന്നത്. ഇനി അതിനുശേഷം എന്താണ്, ആ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എന്താണ്, ഒരു പെല്ലറ്റും ഒരു സൂപ്പർനേറ്റൻറ്റും നമുക്ക് കിട്ടും. ഈ ഫസ്റ്റ് റൗണ്ട്, അതായത് 10,000 Gയിൽ 10 minutes സെൽ ലൈസേറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെല്ലറ്റിൽ സെഡിമെന്റ് ആവുന്നത് ആരാണ്? ന്യൂക്ലിയയും സെല്ലുലാർ ഡെബ്രിയും ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ആ ടിഷ്യൂവിൻ്റെ സെൽസിൻ്റെ ന്യൂക്ലിയസ് ആണ് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഈ പെല്ലറ്റ് എടുത്ത് ഫെർദർ അപ്രോപ്രിയേറ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെൽസിലെ ന്യൂക്ലിയസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇനി ഈ സൂപ്പർനേറ്റൻ്റ് ഉണ്ടല്ലോ, ഈ സൂപ്പർനേറ്റൻറ്റിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയ സൂപ്പർനേറ്റൻറ്റിനെ നമ്മൾ വീണ്ടും ഒരു സാമ്പിൾ ട്യൂബ് എടുത്തതിന് ശേഷം ആ ട്യൂബിനകത്തോട്ട് ഒഴിക്കും. അതിനുശേഷം അത് അടുത്ത റൗണ്ട് ഓഫ് സെൻട്രിഫ്യൂഗേഷന് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താ? ഫസ്റ്റ് റൗണ്ട് ഓഫ് സെൻട്രിഫ്യൂഗേഷനേക്കാളും സ്പീഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കാണാം 20,000 Gയിലാണ് നമ്മളിത് പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഫോർ 15 minutes. ആദ്യം നമ്മൾ 10 minutes വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം നമ്മൾ 15 minutes ആണ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോഴും ആ സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോഴും വി വിൽ ഗെറ്റ് എ സൂപ്പർനേറ്റൻറ്റ് ആസ് വെൽ ആസ് എ പെല്ലറ്റ്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 20,000 Gയിൽ 15 minutes വെച്ച് കഴിയുമ്പോൾ ആഫ്റ്റർ റിമൂവിംഗ് ദ ന്യൂക്ലിയസ് വാട്ട് വി ഗെറ്റ് ഇസ് എ പെല്ലറ്റ് കണ്ടെയ്നിങ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഇഫ് പ്ലാന്റ്സിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മൈറ്റോകോൺട്രിയ മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് മൈറ്റോകോൺട്രിയയെ കുറിച്ചോ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചോ ആണ് സ്റ്റഡി നടത്തേണ്ടത്, അനാലിസിസ് നടത്തേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പെല്ലറ്റിനെ റിമൂവ് ചെയ്ത് ഫെർദർ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ഈ സൂപ്പർനേറ്റൻറ്റിനെ എടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് കിട്ടിയ സൂപ്പർനേറ്റൻറ്റിനെ എടുക്കുന്നു. ആ സൂപ്പർനേറ്റൻറ്റിനെ വീണ്ടും ഒരു സാമ്പിൾ ട്യൂബിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം ആ ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? സെൻട്രിഫ്യൂഗേഷൻ നടത്താൻ പോവാണ്. ബട്ട് ദിസ് ടൈം ദ സ്പീഡ്, ലുക്ക് അറ്റ് ദ സ്പീഡ്, 1 lakh Gയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഫോർ 60 minutes. അതിനുശേഷവും നമുക്കൊരു പെല്ലറ്റും ഒരു സൂപ്പർനേറ്റൻറ്റ് കിട്ടും. ആ പെല്ലറ്റിൻ്റെ അകത്ത് ഉണ്ടായിരിക്കാം മൈക്രോസോംസ് ആണ്. അതിൻ്റെ സൂപ്പർനേറ്റൻറ്റ് നമ്മൾ എടുത്ത് വീണ്ടും എന്ത് ചെയ്യും? അടുത്തൊരു സെൻട്രിഫ്യൂഗേഷൻ സ്റ്റെപ്പ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യും. അതിൻ്റെ സ്പീഡ് നമുക്ക് കാണാം 1,50,000 Gയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ ടൈം, ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. കഴിഞ്ഞ സെൻട്രിഫ്യൂഗേഷനിൽ നമ്മൾ 1 hour വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം നമ്മൾ 3 hours ആണ് അത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഓൾമോസ്റ്റ് സൈറ്റോപ്ലാസത്തിൻ്റെ അതേപോലെ തന്നെ ഉള്ള ഒരു സൂപ്പർനേറ്റൻ്റ് ആണ് കിട്ടുക. പെല്ലറ്റിൻ്റെ അകത്ത് റൈബോസോംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ റൈബോസോംസിനെ കുറിച്ചാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതെങ്കിൽ ഈ പെല്ലറ്റ് എടുത്തിട്ട് ഇത്രയും സ്റ്റെപ്പ് ക്യാരി ഔട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന പെല്ലറ്റാണ് നമുക്ക് എടുക്കേണ്ടത് ഇഫ് യു ആർ ഗോയിങ് ടു സ്റ്റഡി ദ റൈബോസോംസ്. അങ്ങനെ ഓരോ സ്റ്റെപ്പും നമ്മൾ ക്യാരി ഔട്ട് ചെയ്യും വിത്ത് ഇൻക്രീസിങ് ടൈം ആൻഡ് ഇൻക്രീസിങ് G ഓർ ഫോഴ്സ് ഓർ റൊട്ടേഷൻസ് പെർ മിനിറ്റ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സീരീസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗേഷനാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്? യൂസ് ടു പ്രൊഡ്യൂസ് സബ്സെല്ലുലാർ ഫ്രാക്ഷൻസ് ഫ്രം ടിഷ്യൂ ഹോമോജനേറ്റ്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓരോ ഓർഗനൽസിനെ അല്ലെങ്കിൽ സെല്ലിൻ്റെ ലൈസൈറ്റിൽ നിന്ന് അതിൻ്റെ റെസ്പെക്റ്റീവ് ഓർഗനൽസിനെയും കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലോ റെസൊല്യൂഷൻ സെപ്പറേഷൻ ഓഫ് ന്യൂക്ലിയസ് ക്യാൻ ബി കണ്ടക്റ്റഡ് ബൈ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ അല്ലേ. ഇപ്പം ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കണ്ടു സെൽ ലൈസേറ്റ് എടുത്ത് 10,000 Gയിൽ 10 minutes നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പെല്ലറ്റിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ന്യൂക്ലിയസ് ഓഫ് എ പെർട്ടിക്കുലർ ടിഷ്യൂവിനെ കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെല്ലറ്റായിട്ട് നമുക്ക് ന്യൂക്ലിയസ് കിട്ടും. ആ പെല്ലറ്റിനെ റിമൂവ് ചെയ്ത് എടുത്ത് അനലൈസ് ചെയ്താൽ നമുക്ക് ന്യൂക്ലിയസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി നടത്താൻ പറ്റും. ഇനി അടുത്തത് യൂസ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് എക്സ്ട്രാക്ട് കണ്ടെയ്നിങ് ലാർജ് സൈസ് ഇംപ്യൂരിറ്റീസ്. സപ്പോസ് നമുക്ക് ഇപ്പോൾ ഇംപ്യൂർ ആയിട്ടുള്ളൊരു സാമ്പിൾ ആണ്, അതും ലാർജ് സൈസുള്ള ഇംപ്യൂരിറ്റി ഉണ്ട് എന്ന് നമുക്ക് അറിയാം. നമുക്ക് ആ ഒരു കോമ്പണൻറ്റിനെ ആ ഒരു സാമ്പിളിനെ നമുക്ക് പ്യൂർ ആക്കണം അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ചെയ്താൽ നമുക്ക് ആ സാമ്പിളിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും.
സോ ഇത്രയൊക്കെയാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് അപ്പം ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് ഈ സീരീസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ടെക്നിക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൾ ആൻഡ് മിസൽസൺ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. DNA സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തിയൊരു എക്സ്പെരിമെൻറ്റ് ഓർമ്മയുണ്ടല്ലോ. അപ്പം ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്ത സെൻട്രിഫ്യൂഗേഷൻ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആയിരുന്നു. എനിവേ നമുക്കത് നോക്കാം. So separation is based on the density of molecule as they pass through a density gradient under a centrifugal force. അപ്പോൾ നമ്മൾ ഇവിടെ സെൻട്രിഫ്യൂജ് ട്യൂബ് ഉണ്ട്. ആ ട്യൂബിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ച് നമ്മൾ കാര്യങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. So it is based on the principle that molecules settle down under a centrifugal force until they reach a medium with same density as theirs. അപ്പോൾ നമ്മൾ സാമ്പിളിനെ ഈ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ഉള്ള മീഡിയത്തിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ സാമ്പിളിൻ്റെ ഉള്ളിലെ കോമ്പോണൻസിന് ഡിഫറെൻറ്റ് ഡെൻസിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ മീഡിയത്തിൻ്റെ ഡെൻസിറ്റീവായിട്ട് മാച്ച് ചെയ്യുന്ന റീജിയൻസിൽ അതാത് കോമ്പോണൻസ് പോയി സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു മെത്തേഡാണ്, ആ ഒരു മെത്തേഡിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. So molecules in the sample move through the medium as the sample is rotated using a centrifugal force. Molecules become suspended at a point in which density of the particles equals the surrounding medium. Thus molecules with different densities are separated at different layers which can then be recovered by appropriate process. അപ്പോൾ നമുക്ക് നോക്കാം. ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ രണ്ട് തരത്തിൽ ഉണ്ട്. That is, first is Rate-zonal centrifugation, second is Isopycnic centrifugation. Rate-zonal എന്ന് വെച്ചാൽ separation depending on the size. സൈസിനെ അനുസരിച്ചാണ് Rate-zonal density gradient centrifugation വർക്ക് ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് ടൈപ്പ്, ദാറ്റ് ഇസ് Isopycnic centrifugationൽ സെപ്പറേഷൻ നടക്കുന്നത് ഓരോ കമ്പോണൻറ്റിൻ്റെയും ബോയിൻറ്റ് ഡെൻസിറ്റി അനുസരിച്ചാണ്. എന്താണ് ബോയിൻറ്റ് ഡെൻസിറ്റി? ബോയിൻസി എന്ന് വെച്ചാൽ എന്താ, പൊങ്ങി കിടക്കാനുള്ള കഴിവ്. അപ്പോൾ ആ ബോയിൻറ്റ് ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് ഐസോപിക്നിക് സെൻട്രിഫ്യൂഗേഷനിൽ സെപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ നോക്കാം. ഫസ്റ്റ് ഇസ് Rate-zonal centrifugation. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സെൻട്രിഫ്യൂജ് ട്യൂബ് ഉണ്ടല്ലോ, ആ ട്യൂബിൻ്റെ ഉള്ളിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ തുടങ്ങുന്നതിന് മുന്നേ, അതായത് സാമ്പിൾ ഒഴിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മളൊരു മീഡിയമാണ് പോർ ചെയ്യുന്നത്. മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ ടോപ്പ് ടു ബോട്ടം മൂവ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി വിൽ ഇൻക്രീസ്. അതായത് ടോപ്പ് ലെയറിൽ ഏറ്റവും ലീസ്റ്റ് ഡെൻസിറ്റി ആയിരിക്കും, ബോട്ടം ലെയറിൽ ഹയസ്റ്റ് ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കാം. ഈ മീഡിയം നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഗ്രേഡിയൻറ്റോട് കൂടിയുള്ള മീഡിയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സാമ്പിള് പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ആ മീഡിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഫസ്റ്റ് സാമ്പിൾ ഒഴിക്കുന്നതിന് മുന്നേ സെൻട്രിഫ്യൂജ് ട്യൂബിൻ്റെ ഉള്ളിൽ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് മീഡിയം പ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത്തരം ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് മീഡിയം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പല സൊല്യൂഷൻസും ഉപയോഗിക്കാം. അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. യു കെൻ യൂസ് സൂക്രോസ്, ഗ്ലിസറോൾ, സീഷ്യം ക്ലോറൈഡ് ഓർ സീഷ്യം സൾഫേറ്റ്. അപ്പോൾ നമ്മളുടെ സ്റ്റാൾ ആൻഡ് മിസൽ എക്സ്പെരിമെൻറ്റിൻ്റെ അകത്ത് ഈ സീഷ്യം ക്ലോറൈഡാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് എക്സാമ്പിളായിട്ട് സൂക്രോസ് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി മീഡിയം ഉണ്ടാക്കാൻ, ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് മീഡിയം ഉണ്ടാക്കാനായിട്ട് യു വിൽ പ്രിപ്പയർ സൂക്രോസ് സൊല്യൂഷൻസ് അറ്റ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ. പല കോൺസെൻട്രേഷനിലുള്ള സൂക്രോസ് സൊല്യൂഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. യു ഹാവ് 50% സൂക്രോസ് സൊല്യൂഷൻ, 40%, 30%, 20 and 10%. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഏറ്റവും താഴത്തെ ലെയറിൽ ഏറ്റവും താഴെ, ട്യൂബിൻ്റെ ഏറ്റവും താഴെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏറ്റവും താഴെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനാണ് പ്ലേസ് ചെയ്യുക. അപ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി വരിക. Now what we are going to do is we'll take a sample tube, ഒരു ഫ്രഷ് ആയിട്ടുള്ള സെൻട്രിഫ്യൂജ് ട്യൂബ് നമ്മൾ എടുക്കും. അതിനുശേഷം ഏറ്റവും കോൺസെൻട്രേഷൻ കൂടിയത് ഏറ്റവും ആദ്യം ഒഴിക്കും. അപ്പോൾ ഏറ്റവും അടിയിൽ ഉണ്ടാവുക ഏറ്റവും കോൺസെൻട്രേഷൻ കൂടിയതായിരിക്കും. അതിന് മുകളിലേക്കായിട്ട് സക്സസീവ് കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻസ് നമ്മൾ ഒഴിക്കും. അതാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ലെയർ എന്ന് വെച്ചാൽ 50% ആണ്. ദെൻ അതിൻ്റെ മുകളിൽ ഈ ലെയറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ പതുക്കെ നമ്മൾ 40% സൊല്യൂഷൻ ഒഴിക്കും. അതിനുശേഷം അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ 30% ഒഴിക്കും. അതിൻ്റെ മുകളിൽ 20% ഒഴിക്കും. അതിൻ്റെയും മേലെ 10% ഒഴിക്കും.
അപ്പോൾ ഇങ്ങനെ ഒരു ഡെൻസിറ്റി ഗ്രേഡിയന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി വാട്ട് വി ഗെറ്റ് ഇസ് ദിസ്. സോ ദ ടോപ്പ് ലെയർ വിൽ ഹാവ് ലീസ്റ്റ് ഡെൻസിറ്റി ആൻഡ് ദ ബോട്ടം ലെയർ വിൽ ഹാവ് ദ ഹയസ്റ്റ് ഡെൻസിറ്റി. അപ്പോൾ താഴേന്ന് മുകളിൽ നിന്ന് നമ്മൾ ഒരു പാർട്ടിക്കിൾ താഴേക്ക് മൂവ് ചെയ്യുന്നതോറും എന്താ സംഭവിക്കുക, ഡെൻസിറ്റി കൂടി വരുന്ന ഒരു മീഡിയത്തിലൂടെയാണ് ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ സാമ്പിൾ ട്യൂബിൽ ഇങ്ങനെ ഒരു ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെറ്റ് ചെയ്തു ബൈ യൂസിങ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് എ മീഡിയം. സുക്രോസ് ആവാം, ഗ്ലിസറോൾ ആകാം, അല്ലെങ്കിൽ സീഷ്യം ക്ലോറൈഡ് ആവാം, സീഷ്യം സൾഫേറ്റ് ആവാം, എന്തും ആവാം. എനിവേ ഇങ്ങനെ നമ്മളൊരു ഗ്രേഡിയന്റ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിലേക്ക് സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സാമ്പിൾ ജസ്റ്റ് ഇതിൻ്റെ മേലെ നമ്മൾ പോർ ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ ഈ ട്യൂബിനെ എന്ത് ചെയ്യാണ്, സെൻട്രിഫ്യൂജിനകത്തോട്ട് പ്ലേസ് ചെയ്യുവാണ്. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ പിക്ചറിൽ തന്നെ മനസ്സിലാക്കാം സാമ്പിളിൻ്റെ അകത്ത് പല ഡെൻസിറ്റിയിലുള്ള കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. ഇനി സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഇതാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു കളർ യൂസ് ചെയ്തിരിക്കുന്നത്, ഡെൻസിറ്റി കാണിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാത് കോമ്പൗണ്ട്സ്, ഈ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസ് അവരവരുടെ ഡെൻസിറ്റിക്ക് മാച്ച് ആകുന്ന ഈ ഗ്രേഡിയൻറ്റിനകത്തെ ഏത് റീജിയൻ ആണോ ഉള്ളത് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, സെഡിമെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡാർക്ക് ബ്ലൂ, അതിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി എന്ന് വേണം നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ, അല്ലേ? അത് എവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, ഏറ്റവും ഡെൻസിറ്റി ഉള്ള സ്ഥലത്താണ് അത് പോയി സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ദെൻ റെസ്പെക്റ്റീവ് കളേഴ്സിനെ ശ്രദ്ധിച്ചാൽ അറിയാം അവർ എവിടെയാണ് പോയി സെറ്റിൽ ഡൗൺ ചെയ്തേക്കുന്നത്, അതാത് പോർഷൻ ഓഫ് ദിസ് മീഡിയം ദാറ്റ് മാച്ചസ് ദെയർ ഇൻഡിവിജ്വൽ ഡെൻസിറ്റീസ്, അവിടെ പോയി അവർ സെഡിമെന്റ് ചെയ്യും. അപ്പോൾ ഈ ഓരോ ലെയറിൻ്റെയും ബോട്ടമിലായിട്ട് യു വിൽ ഗെറ്റ് എ പെല്ലറ്റ്. അങ്ങനെ ഇപ്പം ഇവിടെ കാണിച്ചേക്കുന്ന സാമ്പിൾ ഒഴിച്ചതിന് ശേഷം 40,000 RPM-ലാണ് ഇത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തെടുത്തേക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ കോമ്പണൻസ് അവരുടെ മാച്ചിങ് ഡെൻസിറ്റി ഉള്ള പോർഷൻ ഇൻ ദ മീഡിയം അവിടെ പോയിട്ട് എന്ത് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യും. ഇനി ഇവരെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, നമ്മൾ ഒരു മൈക്രോ പിപ്പറ്റ് എടുത്തിട്ട് ഇവരുടെ ഈ ഒരു ലെയറിനെ തമ്മിൽ ഡിസ്റ്റർബ് ചെയ്യാതെ അതാത് ലെയേഴ്സിൽ നിന്ന് നമുക്ക് ഈ കോമ്പോണൻസിനെ എന്ത് ചെയ്തെടുക്കാം, സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. സോ ഇതാണ് റേറ്റ്-സോണൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. Then the particles travel through the gradient until they reach a point with their density matches with the density of the surrounding medium, forming separate bands. And the fraction can be removed and analyzed later. Then what happens? Particles are separated based on their sedimentation coefficient. അപ്പോൾ അതാത് ഓരോ കോമ്പണൻറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്. സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു മെഷറാണ്, അല്ലേ? അവരെങ്ങനെ സെഡിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്ന ഒരു മെഷറാണ് സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ്. നമ്മൾ റൈബോസോമിൻ്റെ സബ് യൂണിറ്റിൻ്റെ കൂടെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പാർട്ടിക്കിൾ വിത്ത് ഹയർ മാസ് ആൻഡ് മോർ കോമ്പാക്ട് സ്ട്രക്ചർ have high sedimentation coefficient and they form band at the bottom. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, ഹയർ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് ഉള്ളവർ ഏറ്റവും താഴെയായിരിക്കും സെഡിമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ താഴേന്ന് മേലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് താഴേന്ന് മേലേക്ക് പോകുന്നതും കുറഞ്ഞാണ് വരുന്നത്. ഇനി ഈ ഒരു മെത്തേഡ്, ദാറ്റ് ഇസ് റേറ്റ്-സോണൽ സെൻട്രിഫ്യൂഗേഷനിൽ സെഡിമെൻറ്റേഷൻ എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സൈസ് അല്ലെങ്കിൽ മാസ് ഓഫ് ദ പാർട്ടിക്കിളിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. Now ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? യൂസ് ഫോർ സെപ്പറേഷൻ ഓഫ് വൈറസസ് ആസ് ദേ ഹാവ് കോമ്പണൻസ് ദാറ്റ് ആർ ഓഫ് ഡിഫറെൻറ്റ് സൈസ് ദാറ്റ് ആർ യൂണിക് ടു ഈച്ച് വൈറസ്. അപ്പം ഒരു സാമ്പിളിനകത്ത് വൈറസസിനെ സെപ്പറേറ്റ്, കുറേ വൈറസസ് ഉള്ള സാമ്പിൾ ആണെങ്കിൽ അതിൽ നിന്ന് ഇൻഡിവിജ്വൽ വൈറസസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനുവേണ്ടി നമുക്ക് റേറ്റ്-സോണൽ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കാം. കാരണം ഓരോ വൈറസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അത് അവരുടെ മാത്രം ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റിയാണ് ഈ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. ദെൻ ഫ്രാക്ഷനേഷൻ ഓഫ് RNA ഓൺ സൂക്രോസ് ഗ്രേഡിയൻസ്. അപ്പോൾ സൂക്രോസ് യൂസ് ചെയ്ത് ഗ്രേഡിയൻ്റ് ഉണ്ടാക്കി RNA നമുക്ക് ഫ്രാക്ഷനേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ദെൻ അടുത്തത് യൂസ് ഫോർ സെപ്പറേഷൻ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഫ്രാക്ഷനേഷൻ ഓഫ് DNA മോളിക്യൂൾസ് ഫ്രം ബോത്ത് വൈറസസ് ആൻഡ് ബാക്ടീരിയ. അപ്പോൾ അതിനും ഈ ഒരു റേറ്റ്-സോണൽ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ഫ്രാക്ഷനേഷൻ ഓഫ് പോളിയോസോംസ് ആൻഡ് റൈബോസോംസ് സബ് യൂണിറ്റ്സ്, അതിന് നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റേറ്റ്-സോണൽ സെൻട്രിഫ്യൂഗേഷൻ. നമുക്കിനി അടുത്ത കൈൻഡ് ഓഫ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷനിലേക്ക് പോകാം, ദാറ്റ് ഇസ്
Isopycnic centrifugation. ഇവിടെ ഈ ഒരു ടെക്നിക്കിനെ നമ്മൾ ബോയിന്റ് അല്ലെങ്കിൽ equilibrium centrifugation എന്ന് വിളിക്കും. സോ ഇറ്റ് ഈസ് ഇവിടുത്തെ വ്യത്യാസം, ഇവിടെയും ഒരു മീഡിയം ഉണ്ട്, ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ റേറ്റ്-സോണലിലെ പോലെ സെൻട്രിഫ്യൂഗേഷന് പ്രയറായിട്ട്, സെൻട്രിഫ്യൂഗേഷന് മുന്നേ നമ്മളൊരു മീഡിയം ഉണ്ടാക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മീഡിയം ആയിട്ട് ഉദ്ദേശിക്കുന്ന എന്ത് സൊല്യൂഷൻ ആണോ ആ സൊല്യൂഷനുമായിട്ട് നമ്മുടെ സാമ്പിളിനെ യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ ട്യൂബിനെ സെൻട്രിഫ്യൂജിൻ്റെ അകത്തോട്ട് പ്ലേസ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പോഴാണ് അതിനകത്തൊരു ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത ഡെൻസിറ്റി മീഡിയത്തിലല്ല ഇവിടെ സെൻട്രിഫ്യൂഗേഷൻ പെർഫോം ചെയ്യപ്പെടുന്നത്, മറിച്ച് സെൻട്രിഫ്യൂഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് അവിടെ ഫോം ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. So sample is uniformly mixed with the gradient material before centrifugation. Density of the medium must be greater than density of the particle to be separated. അപ്പോൾ ഏറ്റവും നമ്മളുടെ സാമ്പിളിനകത്ത് ഏറ്റവും ഡെൻസായ പാർട്ടിക്കിളിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി വേണം ഏറ്റവും താഴെ, നമ്മുടെ ട്യൂബിൻ്റെ ഏറ്റവും താഴെ ഉണ്ടായിരിക്കാൻ. Now after centrifugation, particles are separated into different zones depending only on the density difference and not on the size. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഇവിടെ ബോയിന്റ് ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് പാർട്ടിക്കിൾസ് സെപ്പറേറ്റഡ് ആവുന്നത്. പക്ഷേ റേറ്റ്-സോണലിൽ എന്തായിരുന്നു, അവരുടെ സൈസും മാസും അനുസരിച്ചായിരുന്നു അവരെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ബോയിന്റ് ഡെൻസിറ്റി അനുസരിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിക്കിൾസ് വിൽ നെവർ സെറ്റിൽ ഡൗൺ ഓൺ ദ ബോട്ടം ഓഫ് ദ ട്യൂബ് നോ മാറ്റർ ഹൗ ലോങ് ദ സെൻട്രിഫ്യൂഗേഷൻ ഇസ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ ലെയറിൻ്റെയും ബോട്ടമിൽ വന്ന് മെറ്റീരിയൽസ് സെഡിമെൻ്റ് ചെയ്യാറില്ല. ആ പെർട്ടിക്കുലർ ലെയറിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് ബോയിൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ എത്ര സമയം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തു എന്നുള്ളത് ഇവിടെ മാറ്ററേ അല്ല. നമ്മൾ ഒത്തിരി ടൈം സെൻട്രിഫ്യൂജ്, നമ്മൾ വൺസ് ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതിനെ സെൻട്രിഫ്യൂഗേഷന് നമ്മൾ വിധേയമാക്കിയാലും ഒരിക്കലും അവിടെ പെല്ലറ്റ് ഫോം ചെയ്യില്ല. ലെയേഴ്സായിട്ട് ഇൻഡിവിജ്വൽ ആ ഡെൻസിറ്റിക്ക് മാച്ച് ചെയ്യുന്ന ലെയേഴ്സിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ടൈം ഇൻഡിപെൻഡൻറ്റ് ടെക്നിക് എന്ന് വിളിക്കും. കാരണം എന്താ, ടൈമുമായിട്ട് ഒരു ബന്ധമില്ല. എത്ര സമയം കുറച്ച് സമയം കൂട്ടിയോ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഒന്ന് തന്നെയാണ്. വിൽ നെവർ എവർ ഗെറ്റ് എ പെല്ലറ്റ്. Then the gradient is given by isopycnic centrifugation is very steep. അപ്പോൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഗ്രഡേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റേ റേറ്റ്-സോണലിലെ പോലെ പതിയെ പതിയെ മാത്രം പ്രോഗ്രസ് ചെയ്ത് വരുന്ന ഒരു ഗ്രേഡിയൻ്റ് അല്ല നമുക്ക് കാണാൻ പറ്റുക. Particles will not produce a pellet because separation is based on the buoyant density of the particle. Buoyant density, പൊങ്ങിക്കിടക്കാനുള്ള ഒരു എബിലിറ്റിയുടെ ബേസിലാണ് ഇവിടെ സെപ്പറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ പെല്ലറ്റ്സ് ഫോം ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഇതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചിരിക്കുന്നത്. റേറ്റ്-സോണലിൽ നമ്മൾ ആദ്യം ഒരു ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യും, അതിൻ്റെ പുറത്തേക്ക് നമ്മൾ സാമ്പിൾ ഒഴിക്കും, അതിനുശേഷം നമ്മൾ അത് സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഗ്രേഡിയൻറ്റിൻ്റെ പോർഷനിൽ ഏത് കോമ്പൗണ്ടിൻ്റെ ഡെൻസിറ്റി ആണോ മാച്ച് ചെയ്യുന്നത് ആ കോമ്പൗണ്ട് പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. അതാത് ലെയറിൻ്റെ അടിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യും. നമുക്ക് ഓരോ ലെയറിൻ്റെ അടിയിൽ നിന്നും പെല്ലറ്റ്സ് റിമൂവ് ചെയ്താൽ ഇൻഡിവിജ്വൽ സെപ്പറേറ്റഡ് കോമ്പോണൻസിന് നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷേ when it comes to isopycnic centrifugation, ഇവിടെ നമുക്ക് കാണാം ആ ഒരു മീഡിയവുമായിട്ട് നമ്മൾ നമ്മുടെ സാമ്പിളിനെ യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ, നമ്മൾ സാമ്പിൾ ഒരു മീഡിയം ഉണ്ടാക്കി അതിൻ്റെ പുറത്തേക്ക് സാമ്പിൾ വെക്കുമായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സാമ്പിളും ഈ പറയുന്ന സൊല്യൂഷനുമായിട്ട് മീഡിയവുമായിട്ട് നമ്മൾ യൂണിഫോം മിക്സ്ചർ ഉണ്ടാക്കും. അതിനുശേഷമാണ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോൾ ഓരോ ലെയറിലും സസ്പെൻഡ് ചെയ്ത് ബോയിൻ്റ് ആയിട്ടാണ് നമ്മുടെ കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ? പ്യൂരിഫിക്കേഷൻ ഓഫ് ലാർജ് വോളിയൂംസ് ഓഫ് ബയോമോളിക്യൂൾസിന് വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് വേരിയസ് പാർട്ടിക്കിൾസ്, ഓരോ പാർട്ടിക്കിളിൻ്റെയും ഒരു സാമ്പിളിനകത്ത് ഒരു മിക്സ്ചറിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു ഈ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ ഡെൻസിറ്റിയും ഡിഫറൻഷ്യൽ ഗ്രേഡിയൻറ്റിനെയും
കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് രണ്ടിനെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്പറേഷൻ ടെക്നിക് ബേസ്ഡ് ഓൺ സൈസ് ഓഫ് ദി അനലൈൻ പാർട്ടിക്കിൾ. ഡിഫറൻഷ്യലിലെ കാര്യമാണ് പറഞ്ഞത്. ഡെൻസിറ്റി ഗ്രേഡിയന്റിൽ നമുക്കറിയാം സെപ്പറേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ഓഫ് ദി അനലൈറ്റ്. ഇനി അനലൈറ്റ് കോമ്പോണൻസിന് എന്തിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ഡെൻസിറ്റി ഗ്രേഡിയന്റ് എന്തിന് വേണ്ടി ഉപയോഗിക്കാം? ലാർജ് പാർട്ടിക്കിൾസ് ഓർ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ എന്തിനു ഉപയോഗിക്കാം? ഓർഗനൽസിനെയും മാക്രോ മോളിക്യൂളിനെ നമ്മൾ കണ്ടു അല്ലെ. ഓരോ സ്റ്റെപ്പിലും ഓരോ ഓർഗനൽസ് ആണ് സെഡിമെന്റ് ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പോൾ ഓരോ ഓർഗനൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ദെൻ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ ഉപയോഗിക്കുന്നത് ഫോർ ഹോമോജനൈസ്ഡ് ഓർഗൻ അല്ലെ. ഇപ്പോൾ ഒരു ടിഷ്യൂവിനെ ഹോമോജനൈസ് ചെയ്താൽ ആ ഹോമോജനൈസ്ഡ് സാമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഹോമോജനൈസ്ഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ പെർഫോം ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഡെൻസിറ്റി ഗ്രേഡിയന്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അവിടെ ഒരു മീഡിയം ഇൻവോൾവ് ആവുന്നതുകൊണ്ട് തന്നെ അതൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. Now we are moving on to the third technique or mode of centrifugation, that is ultracentrifugation. Ultracentrifugation എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്സിൽ ഒന്നാണ് ultracentrifugation എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ദ റോട്ടർ ആണ് ഈ ഒരു പേര് വരുത്താൻ കാരണം ഹൈ സ്പീഡ്, വളരെ ഹൈ സ്പീഡിലാണ് ഇവിടുത്തെ റോട്ടർ കറങ്ങുന്നത്, ദാറ്റ് ഇസ് മോട്ടർ കറങ്ങുന്നത്. RPM കൊടുത്തിട്ടുണ്ട് 60,000 to 1,50,000 വരെയാണ് അതിൻ്റെ RPM പോകുന്നത്. ഇനി ഈ ഒരു അനലിറ്റിക്കൽ അൾട്രാസെൻട്രിഫ്യൂജ് ഫസ്റ്റ് ടൈം ഡിവൈസ് ചെയ്തത് സ്വെഡ്ബർഗ് ആണ്. 1920 ഇത് ചെയ്തത്. ഇനി വളരെ ഹൈ എൻഡ് ലാബോറട്ടറീസിൽ വളരെ അഡ്വാൻസ്ഡ് റിസർച്ച് ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൾട്രാസെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ സാമ്പിൾസ് വളരെയധികം ലാർജർ സാമ്പിൾസ് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. ഹൈ സ്പീഡിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എയർ ഉണ്ടെങ്കിൽ എയറിൻ്റെ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓൾറെഡി ഇത്രയും ഹൈ സ്പീഡിൽ കറങ്ങുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ചൂട് ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എയർ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഇത് ഈ റോട്ടറും അതുപോലെ സാമ്പിൾസും ഒരു വാക്യൂം ചേംബറിനകത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എയർ ഫ്രിക്ഷൻ കുറയ്ക്കാൻ. പക്ഷേ ഓൾറെഡി ഇത് ഹൈ സ്പീഡിൽ കറങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ചൂട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് കൂളിംഗ് മെക്കാനിസം അല്ലെങ്കിൽ റെഫ്രിജറേഷനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ഇൻറ്റേർണൽ കൂളിംഗ് സിസ്റ്റം ഇതിനകത്തുള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഒന്ന്, ഇത് വാക്യൂമിലാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തൊരു ഇൻറ്റേർണൽ കൂളിംഗ് സിസ്റ്റം കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Then the rotor chamber on all ultracentrifuge is covered with protective steel armor plate. അപ്പം ഇത്രയും സ്പീഡിൽ കറങ്ങുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ റോട്ടർ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് സ്റ്റീല് പോലുള്ള ആമർ പ്ലേറ്റ്, വളരെ കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഉള്ളിലാണ് ഈ റോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. And it is sealed and evacuated by pump to attain vacuum in order to reduce the friction. അപ്പോൾ വാക്യൂം വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. As compared to high-speed centrifuges or microcentrifuges, ultracentrifuge can isolate much smaller particles like ribosomes, proteins and viruses. അപ്പോൾ വളരെയധികം പ്യൂരിറ്റി ആവശ്യമുള്ള, വളരെയധികം റെസൊല്യൂഷൻ ആവശ്യമുള്ള സെപ്പറേഷൻ പ്രോസസ്സിനാണ് നമ്മൾ ഈ ഒരു അൾട്രാസെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത്. അവിടെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന എന്തിനൊക്കെയാണ്? റൈബോസോംസിനെ സെപ്പറേറ്റ് ചെയ്യാം, ഈവൻ സബ് യൂണിറ്റ്സ് ഓഫ് റൈബോസോംസിനെ നമുക്ക് ഇത് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. പ്രോട്ടീൻസിനെ അതുപോലെ തന്നെ വൈറസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം. ദർ ഓൾസോ യൂസ് ടു സ്റ്റഡി മെംബ്രെയിൻ ഫ്രാക്ഷനേഷൻ, അതായത് സെൽ മെംബ്രെയിൻ്റെ കോമ്പോണൻസിനെ ഫ്രാക്ഷനേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ വരെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ആലോചിക്കണം എത്രയാണ് അതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. മെംബ്രെയിൻ തന്നെ വളരെ ചെറുതാണ്, അതിൻ്റെ കോമ്പോണൻസിനെ വരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ എത്ര മാഗ്നിറ്റ്യൂഡിലാണ് അതിൻ്റെ സെപ്പറേഷൻ പോകുന്നത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കാണിച്ചിരിക്കുന്നതാണ് അൾട്രാസെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. വളരെ വലിയൊരു സെൻട്രിഫ്യൂജാണ്. കൂളിംഗ് മെക്കാനിസവും വാക്യൂം പമ്പും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്ര വലുതാണ് ഈ ഒരു അൾട്രാസെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? അൾട്രാസെൻട്രിഫ്യൂജസ് ആർ യൂസ്ഡ് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ഡെൻസിറ്റീസ് ഓഫ് വേരിയസ് മാക്രോമോളിക്യൂൾസ്. അപ്പം വളരെ ചെറിയ ലെവലിലുള്ള ഡെൻസിറ്റി ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യന്റ് ഡിറ്റർമിനേഷൻ ഒക്കെ വേണ്ടി നമുക്ക് അൾട്രാസെൻട്രിഫ്യൂജ് ഉപയോഗിക്കാം.
അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് വേരിയസ് ക്രൂഡ് എക്സ്ട്രാക്ട്സ്, ബയോളജിക്കൽ ക്രൂഡ് എക്സ്ട്രാക്ട്സിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി നമുക്ക് ഈ അൾട്രാ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അൾട്രാ സെൻട്രിഫ്യൂജിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ആപ്ലിക്കേഷനും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് എന്താണെന്ന് നോക്കി, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, പല മോഡ്സിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, പ്രിപ്പറേറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ വേയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, അതുപോലെ പല ടെക്നിക്സ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടു, സെൻട്രിഫ്യൂജിൻ്റെ കോമ്പണൻസും നമ്മൾ കണ്ടു. So that's all for the centrifugation topic.